Hi everyone, welcome to my plus one accountancy class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഫിഫ്ത്ത് ലെസൺ ആയ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സബ് ഡിവിഷണൽ ജേണൽ ഓർ സ്പെഷ്യൽ ജേണലിനെ കുറിച്ച് പഠിച്ചു. ഇനി ഈ പുതിയ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള കാര്യവുമാണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ബുക്കുകളെ പരിചയപ്പെടാം. ഒന്ന് ക്യാഷ് ബുക്ക് ആണ്, രണ്ട് പാസ്ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 3 തരത്തിലുള്ള ക്യാഷ് ബുക്ക് ഉണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ദെൻ പെറ്റി ക്യാഷ് ബുക്ക്. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന ക്യാഷ് ബുക്ക് ബാങ്ക് കോളം വരുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്ക് മീൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. കാരണം ബാങ്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തുന്ന എവിടെയാണ്? സെപ്പറേറ്റ് കോളം ബാങ്ക് ട്രാൻസാക്ഷൻ കൊടുക്കും. ഡേറ്റ്, റിസീറ്റ്, 2 എമൗണ്ട് കോളം. ഫസ്റ്റ് കോളം ഫോർ ക്യാഷ് ആൻഡ് സെക്കൻഡ് എമൗണ്ട് കോളം ഫോർ ബാങ്ക്. ദെൻ ഡേറ്റ്, പേയ്മെന്റ്സ്, ക്യാഷ്, ബാങ്ക്. ഇപ്പൊ ക്യാഷിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്കിലേക്ക് വരുന്ന എല്ലാ റെസീറ്റുകളും നമ്മൾ എവിടെ കാണിക്കാറ്? റെസീറ്റ്സിൽ കാണിക്കും. ബാങ്ക് കുറയുമ്പോൾ നമ്മൾ എവിടെ കാണിക്കും? പേയ്മെന്റ്സിൽ കാണിക്കും. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെന്ന് ഇറ്റ് ഈസ് ദ ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അവരുടെ ബാങ്ക് ഇടപാടുകൾ എത്രയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ത് തയ്യാറാക്കുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബുക്കാണ് ഇത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്. അത് ബാങ്കിന്റെ ബുക്കാണ്. ബാങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷന് തെളിവായി ബാങ്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ബുക്കുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. എ ബി ട്രേഡേഴ്സ് ക്യാഷ് ബുക്ക് ഇതാര് തയ്യാറാക്കുന്നതാണ്? എ ബി ട്രേഡർ തയ്യാറാക്കുന്ന ബുക്കാണ് ഇത്. എ ബി ട്രേഡേഴ്സ് അവരുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നു. അവരുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻസ്, റെസീറ്റും പേയ്മെന്റും നോക്കുന്നതിന് വേണ്ടി അവർ അവരുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കും. ആ ഡബിൾ കോളം ക്യാഷ് ബുക്കിന് പ്രൂഫായിട്ട് ബാങ്ക് കൊടുക്കുന്നതാണ് എന്ത്? അവരുടെ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സ്ഥാപനം തയ്യാറാക്കുന്നു. പാസ്ബുക്ക് എന്ന് പറയുന്ന ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പ്രത്യേക ഡേറ്റിൽ എടുത്തു നോക്കിയാൽ ഈ ക്യാഷ് ബുക്കും ഈ പാസ്ബുക്കും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. നമ്മൾ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നതിനും നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയതിനും നമ്മൾ തയ്യാറാക്കുന്ന ബുക്കാണ് ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അതിന് ബാങ്കിന്റെ തെളിവാണെന്ത്? സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പാസ്ബുക്ക് എന്ന് പറയുന്നത്. എ ബി ട്രേഡേഴ്സിന് എസ് ബി ഐയിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് വെക്കുക. എസ് ബി ഐ നൽകിയ ഈ പാസ്ബുക്ക് ആണ് എ ബി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് എന്നുള്ളത് ബാങ്ക് നൽകുന്ന രേഖ. ക്യാഷ് ബുക്കാണ് അവരുടെ ക്യാഷ് ബുക്കാണ് സ്ഥാപനം തയ്യാറാക്കുന്ന രേഖ. ഈ രണ്ട് രേഖയും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കാരണം ക്യാഷ് ബാങ്കിൽ കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മൾ എവിടെ രേഖപ്പെടുത്തും? ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെയാണ് ബാങ്കിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ ബാങ്കിന്റെ പ്രൂഫാണ് എന്ത്? പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി നമുക്ക് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് ബുക്കിനെ പരിചയപ്പെട്ടു. ക്യാഷ് ബുക്ക് മീൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ. പാസ്ബുക്ക് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്. നമ്മുടെ ക്യാഷ് അക്കൗണ്ടിന്റെ യഥാർത്ഥ പ്രൂഫ്. പാസ്ബുക്ക് മീൻസ് ഇറ്റ് ഈസ് എ ട്രൂ കോപ്പി ഓഫ് എ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അക്കൗണ്ടിന്റെ ബാങ്ക് നൽകുന്ന ട്രൂ കോപ്പിയാണെന്ന് പറയുന്നത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്കിൽ എത്രയാണോ ഉള്ളത് അത് തന്നെയായിരിക്കണം എന്ത് വേണ്ടത്? പാസ്ബുക്കിലും ഉണ്ടാവേണ്ടത്. സോ ദ ബാലൻസ് ആസ് ഷോൺ ബൈ ദ ക്യാഷ് ബുക്ക് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ പാസ്ബുക്ക്. അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ കാണിച്ച അതേ ബാലൻസ് തന്നെയായിരിക്കണം എവിടെയും കിട്ടേണ്ടത്? പാസ്ബുക്കിലും ഉണ്ടാവേണ്ടത്. ജനറലി ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ് the balance as per cash book does not tally with the balance as per passbook. പലപ്പോഴും ക്യാഷ് ബുക്കിലെ ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്കിലെ ബാലൻസും പലപ്പോഴും ഡിഫറെന്റ് ആയിട്ടാണ് കാണാറ്. സാധാരണ എന്തായിരിക്കണം? ഒന്നായിരിക്കണം, തുല്യമായിട്ടാണ്. കാരണം നമ്മൾ ഓരോ ബാങ്ക് ട്രാൻസാക്ഷൻസും നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയ പാസ്ബുക്കിലും രേഖപ്പെടുത്തും. പക്ഷെ ഇത് രണ്ടും എപ്പോഴും ഏതെങ്കിലും ഡേറ്റിൽ എടുത്തു നോക്കിയാൽ പലപ്പോഴും ഇത് ഡിഫറെന്റ് ആയിട്ടാണ് കാണാറ്. വൈ ദ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്? ദ ആൻസർ ഈസ് ദിസ് ലെസൺ. അതിന്റെ ആൻസർ ആണ് നമ്മൾ ഈ ലെസണിലൂടെ പറയാൻ പോകുന്നത്. മീൻസ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ബ്രിങ് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻ അഗ്രിമെന്റ് വിത്ത് ദ പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും റീകൺസിൽ ചെയ്യുക അഥവാ
ടാലി ആക്കുക എന്നുള്ളതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടെത്തണം, അത് എങ്ങനെയാണ് ഡിഫറൻസ് വന്നെന്ന് മനസ്സിലാക്കണം, അതിനെ എന്താക്കണം, നമ്മൾ ഈക്വൽ ആക്കണം, ടാലി ആക്കണം. അതിനു വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ AB ട്രേഡേഴ്സിന്റെ ക്യാഷ് ബുക്ക് ആണ് ഇത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. AB ട്രേഡേഴ്സിന്റെ പാസ്ബുക്ക് ആണ് ഇത്. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് ഏതെങ്കിലും ഒരു ഡേറ്റിൽ, ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഡേറ്റിൽ ഈ ട്രാൻസാക്ഷൻസ് എടുത്തു നോക്കുമ്പോൾ AB ട്രേഡേഴ്സിന്റെ ബാലൻസ് രണ്ടായിട്ടാണ് കാണുന്നത്. പാസ്ബുക്കിൽ ഒരു ബാലൻസ്, ക്യാഷ് ബുക്കിൽ ഒരു ബാലൻസ്, ഇങ്ങനെയാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും അതിനെ ടാലിയാക്കാൻ വേണ്ടി, അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്തിനാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും എന്തുകൊണ്ടാണ് ഡിഫറൻറ്റ് വന്നിരിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്. ആൻഡ് ടു റീകൺസിൽ ദം, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് difference between cash book balance and passbook balance and to reconcile them. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനാണ് വരയ്ക്കുന്നത്? ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ വന്നു, അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുവാനും അത് റീകൺസിൽ ചെയ്യാനും വേണ്ടിയിട്ട്, അത് ടാലി ആക്കാൻ വേണ്ടിയുമാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ആ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്. ആരാണ് ഇനി ഇത് തയ്യാറാക്കേണ്ടത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ആരാണ് ഇത് തയ്യാറാക്കേണ്ടത്? കസ്റ്റമർ ആണ് ഇത് തയ്യാറാക്കേണ്ടത്. അത് AB ട്രേഡേഴ്സ് ആണെങ്കിൽ AB ട്രേഡേഴ്സ് ആണ് എന്ത് വരയ്ക്കേണ്ടത്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ടത്. അല്ലാതെ ബാങ്ക് അല്ല ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. ആരാണ് തയ്യാറാക്കേണ്ടത്? കസ്റ്റമർ ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായി? പാസ്ബുക്കിലെ ബാലൻസും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥാപനം വരച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷ് ബുക്കിലെ ബാലൻസ്. ക്യാഷ് ബുക്ക് മീൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലെ ബാലൻസും പലപ്പോഴും ഡിഫറെന്റ് ആവാറുണ്ട്. ഇത് എങ്ങനെ വന്നു, അതിന്റെ കാരണം എന്താ, കോസസ് എന്താണ്, അത് എങ്ങനെയാണ് റീകൺസിൽ ചെയ്യുക, അതിനു വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇനി അതിന്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം. നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞ പോയിന്റ് എടുത്ത് നമുക്ക് ഫ്യൂച്ചേഴ്സ് മനസ്സിലാക്കാം. ഫ്യൂച്ചേഴ്സ് ഓഫ് BRS. BRS മീൻസ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു അക്കൗണ്ട് അല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ. അത് തയ്യാറാക്കേണ്ടത് ആരാണ്? അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമർ ആണ് അത് തയ്യാറാക്കേണ്ടത്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. ഇത് എന്തിന്റെ ഭാഗമല്ല? അക്കൗണ്ടിങ് പ്രോസസിന്റെ ഒരു ഭാഗമല്ല. ഇത് ബാങ്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും റീകൺസിൽ ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണിത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസിൽ ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണെന്നും അത് ടാലിയാക്കാൻ വേണ്ടിയുമാണ് എന്ത് പറയുന്നത്? റീകൺസിൽ ചെയ്യാൻ. ദാറ്റ് മീൻസ് ടാലിയാക്കാൻ വേണ്ടിയാണ് എന്ത് വരയ്ക്കുന്നത്? BRS അഥവാ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത്. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് എനി ടൈം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇത് ഫിനാൻഷ്യൽ ഇയറിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് തയ്യാറാക്കാം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് എങ്ങനെയാണ് ഡിഫറൻറ്റ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. വൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്? സാധാരണയായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് വരാറ്. ഫസ്റ്റ് വൺ ഈസ് ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് അഥവാ എൻട്രീസ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിൽ ഒരു സമയത്തും പാസ്ബുക്കിൽ വേറൊരു സമയത്തുമാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡിഫറൻസ് ഡ്യൂ ടു എറേഴ്സ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് തെറ്റ് സംഭവിച്ചു മൂലമുണ്ടാവുന്ന ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടൈമിംഗ് ഡിഫറൻസ് ആണ്. ടൈമിംഗ് ഡിഫറൻസ് മീൻസ് ഡിഫറൻസ് ഡ്യൂ ടു ഡിലേ ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഐദർ ഇൻ ക്യാഷ് ബുക്ക് ഓർ പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ രേഖപ്പെടുന്ന ഡിലേ ആവുകയോ അല്ലെങ്കിൽ പാസ്ബുക്കിൽ രേഖപ്പെടുന്ന ഡിലേ ആവുകയോ ചെയ്യുമ്പോൾ എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കും. എക്സാമ്പിൾ അടക്കം നമ്മൾ പറയാം. നെക്സ്റ്റ്, അത് രണ്ട് രൂപത്തിൽ സംഭവിക്കാം. ഫസ്റ്റ് എൻട്രി ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് സബ്സിക്വന്റ്ലി ഇൻ പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ ആദ്യം രേഖപ്പെടുത്തുന്നു, പിന്നീട് കുറെ കഴിഞ്ഞാണ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ഡേറ്റിൽ എടുത്തിട്ട് നമ്മൾ ഡേറ്റിൽ എടുത്തിട്ട് ബാലൻസ് നോക്കുമ്പോൾ എന്ത് കാണും? രണ്ട് ബാലൻസ് ആയിട്ട് നമുക്ക് കാണും. അതല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി ഇൻ പാസ്ബുക്ക് ആൻഡ് സബ്സിക്വന്റ്ലി ഇൻ ക്യാഷ് ബുക്ക്. അല്ലെങ്കിൽ ബാങ്കിൽ ആദ്യം രേഖപ്പെടുത്തുന്നു, അത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. ആ സമയത്തുമാണ് എവിടെ രേഖപ്പെടുത്തുന്നുള്ളൂ? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ഇങ്ങനെ ടൈമിംഗിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് എന്ത് സംഭവിക്കാം? ബാലൻസിൽ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് സംഭവിക്കാം. അതല്ലെങ്കിൽ എറേഴ്സ്. ഡിഫറൻസ് ഡ്യൂ ടു എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് എൻട്രീസ്. എൻട്രീസ് രേഖപ്പെടുന്നതിൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഡിഫറൻസ് വരും. ദാറ്റ് മീൻസ് എറേഴ്സ് ഇൻ ക്യാഷ് ബുക്ക് ഓർ എറേഴ്സ് ഇൻ പാസ്ബുക്ക്. ക്യാഷ് ബുക്കിൽ എറേഴ്സ് സംഭവിച്ചതാവും, അല്ലെങ്കിൽ
പാസ്ബുക്കിൽ എറേഴ്സ് സംഭവിച്ചാവും, ക്ലറിക്കൽ എറർ ആവും, അല്ലെങ്കിൽ എറർ ഓഫ് ഒമീഷൻ ആവും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്യാഷ് ബുക്കിന്റെ കാഷ്യർ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നോ എറേഴ്സ് സംഭവിച്ചാൽ അവിടെയും എന്ത് വരും? ഡിഫറൻസ് വരും. അപ്പൊ രണ്ട് രൂപത്തിലാണ് സാധാരണ ഡിഫറൻസ് വരിക. ഒന്ന് ടൈമിംഗ് ഡിഫറൻസ് ആയിരിക്കും. ഒന്ന് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൽ ആദ്യം രേഖപ്പെടുത്തുന്നു, പിന്നീടാണ് എവിടെ രേഖപ്പെടുന്നത്? ബാങ്ക് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, അങ്ങനെ വരാം. അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൽ ആദ്യം രേഖപ്പെടുന്നു, അത് നമ്മൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത്, സ്ഥാപനം അറിയുന്നത്, അപ്പൊ ക്യാഷ് ബുക്കിൽ അത് പിന്നീടാണ് രേഖപ്പെടുത്തുകയുള്ളൂ. അങ്ങനെയും എന്ത് വരാം? ഡിഫറൻസ് വരാം. ഇനി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരുമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് രീതിയിലാണ് അത് മനസ്സിലായി. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ കോസസ് ഓർ റീസൺ ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്? പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും എന്തുകൊണ്ടൊക്കെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളത്? അതിൽ ഫസ്റ്റ് പോയിന്റ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെ അത് പേയ്മെന്റിന് വേണ്ടി ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും എന്ത് സംഭവിക്കും? ഡിഫറൻസ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് AB ട്രേഡേഴ്സിന് എടുക്കാം. AB ട്രേഡേഴ്സ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 50,000 rupees കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ 50,000 ചെക്ക് എഴുതി എക്സിന് കൊടുത്തു. അപ്പൊ നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ തന്നെ AB ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ അതെന്ത് ചെയ്യും? പേയ്മെന്റ് സൈഡിൽ മിസ്റ്റർ എക്സ് എന്ന് എഴുതി 50,000 കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ മിസ്റ്റർ എക്സ് ഇതുവരെയും എവിടെ എത്തിയിട്ടില്ല? ബാങ്കിൽ എത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ബാങ്കിൽ ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല? അത് കുറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം മിസ്റ്റർ എക്സ് ആ ചെക്ക് അവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല, ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. ഈ സമയത്ത് നമ്മൾ പാസ്ബുക്കിലെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസും നോക്കിയാൽ എന്ത് കാണും? ഡിഫറൻസ് കാണും. ഇത് ഒരു റീസൺ ആണ്. എങ്ങനെ നമുക്ക് പറയാം? when a trader issue a check to the third person, the payment is recorded in the cash book immediately on issue of check. However, the bank debit the customer's account only when the check is presented for payment. There may be a time gap between the entry in the cash book and in the passbook. ഇങ്ങനെ എന്ത് സംഭവിക്കാം? ടൈം ഗ്യാപ്പ് സംഭവിക്കാം, ഡിഫറൻസ് സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AB ട്രേഡേഴ്സ് എക്സിന് ചെക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. പക്ഷെ പേയ്മെന്റ് ബാങ്കിൽ അത് രേഖപ്പെടുത്തണമെങ്കിൽ, ബാങ്ക് അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ബാങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം? ആ ചെക്ക് ബാങ്കിൽ എത്തണം, ബാങ്കിൽ പ്രസന്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയുള്ളൂ, അഥവാ കുറച്ച് കാണിക്കുകയുള്ളൂ. ബാങ്കിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ടൈം ഗ്യാപ്പിൽ എന്ത് കാണിക്കാം? ബാലൻസ്, ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് കാണിക്കാം. അപ്പൊ ഒന്നാമത്തെ റീസൺ എന്താണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? പേയ്മെന്റിന് വേണ്ടി അത് പ്രസന്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് എന്ത് സംഭവിക്കാം? ആ ടൈം ഗ്യാപ്പിൽ എന്ത് സംഭവിക്കാം? ഡിഫറൻസ് സംഭവിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഓർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ഇതുവരെ നമ്മളെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ക്ലിയർ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കും? ബാലൻസ്, ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് സംഭവിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. AB ട്രേഡേഴ്സിന് ഒരു ചെക്ക് തരുന്നു. ചെക്ക് കിട്ടിയത് AB ട്രേഡേഴ്സിന് ഫെഡറൽ ബാങ്കിന്റെ ചെക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഫെഡറൽ ബാങ്കിന്റെ 20,000 ഒരു ചെക്ക് കിട്ടുന്നു. ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്ത് കാണിക്കും? ബാങ്കിന്റെ കോളത്തിൽ റെസീറ്റ് സൈഡിൽ ബാങ്ക് കൂട്ടി കാണിക്കും. ആ ചെക്ക് കൊണ്ടുപോയിടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. എന്നാൽ അത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കണമെങ്കിൽ ആ ചെക്ക് എന്ത് ചെയ്യണം? ആ ചെക്ക് കളക്ഷന് പോയി 1, 2, 3 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യുള്ളൂ? മറ്റൊരു ബാങ്കിന്റെ ചെക്ക് ആകുമ്പോൾ പ്രത്യേകിച്ചും ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഈ ടൈം ഗ്യാപ്പിൽ എന്ത് സംഭവിക്കാം? ബാലൻസ് നോക്കിയാൽ ഡിഫറൻസ് സംഭവിക്കാം. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. AB ട്രേഡേഴ്സിന്റെ SBIയിലാണ് അക്കൗണ്ട് എന്ന് വിചാരിക്കുക. AB ട്രേഡേഴ്സിന് ഫെഡറൽ ബാങ്കിന്റെ ഒരു ചെക്ക് കിട്ടുന്നു. അത് AB ട്രേഡേഴ്സ് ബാങ്കിലേക്ക്, സ്വന്തം ബാങ്കായ SBIയിലേക്ക് കൈമാറുമ്പോൾ അവരുടെ ക്യാഷ് ബുക്കിൽ അപ്പോഴെ തന്നെ അത് എന്ത് ചെയ്യുന്നു? എൻട്രി ചെയ്യുന്നു. എന്നാൽ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവണമെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യണം? കളക്ഷന് പോയിട്ട് വരണം, അത് ക്ലിയർ ചെയ്ത് വരണം. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? SBI അത് AB ട്രേഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയുള്ളൂ. ആ ടൈം ഗ്യാപ്പിൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് എടുത്ത് നോക്കിയാൽ അവിടെ എന്ത് കാണും? ഡിഫറൻസ് കാണും. അങ്ങനെയും എന്ത് സംഭവിക്കാം? ബാലൻസിൽ ഡിഫറൻസ് സംഭവിക്കാം. അപ്പോൾ ഹിയർ റിസീപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് വെൻ ദ ചെക്ക് ആർ സെൻഡ് ടു ബാങ്ക്. ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ അത് ബാങ്കിന്റെ കോളത്തിൽ കാണിക്കും. ബട്ട് ബാങ്ക് വുഡ് credit the account only when they have been cleared. ബാങ്ക് അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ?
ക്രെഡിറ്റ് ചെയ്യുകയുള്ളൂ. ആ ടൈം ഗ്യാപ്പിൽ എടുക്കുമ്പോഴും എന്ത് കാണിക്കും? ബാലൻസ് ഡിഫറൻസ് കാണിക്കും. ഫസ്റ്റ് നമ്മൾ പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. തേർഡ് പോയിന്റ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഓർ പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർ ഓർ ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നെക്സ്റ്റ് പോയിന്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എ ബി ട്രേഡേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എ ബി ട്രേഡേഴ്സ് അത് അറിയുന്നത് പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോഴും എന്ത് കാണിക്കും? ആ സ്റ്റേറ്റ്മെന്റ് കിട്ടിയതിന് ശേഷമാണ് എ ബി ട്രേഡേഴ്സിന് അത് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോഴും എന്ത് കാണിക്കും? പാസ്ബുക്കിലെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസും എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കും. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്ക് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് ഫസ്റ്റ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് ആദ്യം എവിടെയാണ് കാണിക്കുക? പാസ്ബുക്കിലെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പാസ്ബുക്കിലാണ് കാണിക്കുക. സ്ഥാപനം അത് അറിയുന്നത് എപ്പോഴാണ്? പാസ്ബുക്ക് നോക്കുമ്പോഴാണ് അറിയുക. അപ്പോൾ ആ പാസ്ബുക്ക് നോക്കിയതിന് ശേഷം കിട്ടിയതിന് ശേഷം മാത്രമാണ് എ ബി ട്രേഡേഴ്സിന് എവിടെ എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ? അവരുടെ ക്യാഷ് ബുക്കിലേക്ക് അത് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. ആ സമയത്ത് ഡിഫറൻസ് നോക്കിയാൽ, ബാലൻസ് നോക്കിയാൽ എന്ത് കാണും? ഡിഫറൻസ് കാണും. ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആഫ്റ്റർ റിസീവിംഗ് ദ പാസ്ബുക്ക്. പാസ്ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് റെക്കോർഡ് ചെയ്യാൻ, ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സമയത്ത് എന്ത് കാണാം? ഡിഫറൻസ് കണ്ടേക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിലെ ഇൻവെസ്റ്റ്മെന്റിന് ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ പാസ്ബുക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ആ സമയത്ത് ആ ടൈം ഗ്യാപ്പിൽ നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും എന്ത് കാണും? ഡിഫറൻസ് കാണും. നെക്സ്റ്റ് പോയിന്റ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നമുക്ക് കിട്ടേണ്ട ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ നമ്മളെ അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ എങ്ങോട്ടാണ് വരിക? നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. നമ്മളെ അക്കൗണ്ടിലേക്ക് നമുക്ക് അത് പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന്. ഇങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കും? പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കും. ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്, നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റോ നമുക്ക് കിട്ടാനുള്ള ഡിവിഡൻഡോ നമ്മുടെ ബാങ്കിനോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് അത് കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ പാസ്ബുക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്ത് നമ്മൾ അറിയുന്നത് എപ്പോഴായിരിക്കും? പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോഴായിരിക്കും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തുക. അതിനു മുന്നേ നമ്മൾ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും? ഡിഫറൻസ് കാണും. ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് ഫസ്റ്റ്. ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ പാസ്ബുക്ക്. പാസ്ബുക്ക് കിട്ടിയതിന് ശേഷം മാത്രമാണ് അവിടെ രേഖപ്പെടുത്തുള്ളൂ. അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുള്ളൂ. ഈ സമയത്ത് എന്ത് കാണിക്കാം? ബാലൻസ് ഡിഫറൻസ് കണ്ടേക്കാം. മറ്റൊരു ഡിഫറൻസ് കാണാം, മറ്റൊരു സാധ്യതയുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ദ കസ്റ്റമർ ഇൻ ടു അവർ ബാങ്ക് അക്കൗണ്ട്. കസ്റ്റമർ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് നടത്തിയാൽ, നമുക്ക് ക്യാഷ് തരാനുള്ള നമ്മുടെ കസ്റ്റമർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പേയ്മെന്റ് നടത്തിയാൽ നമ്മൾ അതറിയുന്നത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും. അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കാം? ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും എന്ത് കാണിക്കും? ആ സമയങ്ങളിൽ ആ ടൈം ഗ്യാപ്പിൽ എന്ത് കാണിക്കും? ഡിഫറൻസ് കാണിക്കും. ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ദ പാസ്ബുക്ക് ആൻഡ് റെക്കോർഡഡ് ക്യാഷ് ബുക്ക് ഓൺലി ആഫ്റ്റർ അനലൈസിംഗ് ദ പാസ്ബുക്ക്. അത് ആദ്യം രേഖപ്പെടുത്തുക പാസ്ബുക്കിലാണ്. നമ്മൾ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് എവിടെ രേഖപ്പെടുത്തുകയുള്ളൂ? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ആ സമയത്ത് എന്ത് കാണിക്കാം? ഇങ്ങനെയും എന്ത് വരാം? ഡിഫറൻസ് വരാം. നെക്സ്റ്റ് പോയിന്റ് ബാങ്ക് ചാർജസ് ഓർ എക്സ്പെൻസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ചില സമയത്ത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ചാർജുകൾ പിടിക്കാറുണ്ട്. നമ്മളെ അക്കൗണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ATM മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 165 പോലത്തെ ബാങ്ക് നമ്മൾ അറിയാണ്ട് ചില ചാർജുകൾ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് എന്തെങ്കിലും സർവീസ് ചെയ്യുമ്പോഴും ബാങ്ക് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ചില ചാർജുകൾ ഈടാക്കാറുണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് ചാർജ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തും എന്ത് സംഭവിക്കും? പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും എന്ത് സംഭവിക്കും? ഡിഫറൻസ് കാണിക്കും. ബാങ്ക് ചാർജസ് ഓർ അതർ എക്സ്പെൻസ്, ദാറ്റ് മീൻസ് ചെക്ക് ബുക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ATM എക്സെട്ര വിൽ ബി റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ദ പാസ്ബുക്ക്. ഇത് ആദ്യം രേഖപ്പെടുത്തുക എവിടെയാണ്? പാസ്ബുക്കിലാണ് രേഖപ്പെടുത്തുക. പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ചാർജുകൾ മനസ്സിലാക്കി എവിടെ രേഖപ്പെടുത്തുന്നത്? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുക. ആ സമയത്ത് ഡിഫറൻസ് നോക്കിയാൽ, ബാലൻസ് നോക്കിയാൽ എന്തായിരിക്കും? ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയാൽ അത് ആദ്യം രേഖപ്പെടുന്ന എവിടെയായിരിക്കും? പാസ്ബുക്കിലായിരിക്കും. അതിനുശേഷമാണ് ഇവിടെ രേഖപ്പെടുത്തുകയുള്ളൂ, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ ഫോൺ ബിൽ, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം പോലത്തെ ഏതെങ്കിലും അടവുകൾ ബാങ്കിനോട് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് സമയം എന്ത് ചെയ്തിരിക്കും? അത് അടച്ചിരിക്കും. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ഏതൊക്കെ അടവുകളാണ് പോയിരിക്കുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുക. ആ സമയത്തും എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് സംഭവിച്ചേക്കാം. when standing instruction for certain payment, for example insurance premium, telephone bill, electricity bill etc. are made by the bank,
It will be recorded cash book only later. Next point, check discounted dishonored. ചെക്ക് ഡിസ്കൗണ്ടഡ് ഡിസ്ഹോണേഡ് മീൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അത്. ഫോർ എക്സാമ്പിൾ AB ട്രേഡേഴ്സ് ഏതെങ്കിലും പാർട്ടിക്ക് കടത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് അത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ AB ട്രേഡേഴ്സ് എന്തുണ്ടാക്കും, ഒരു ബില്ല് ഉണ്ടാക്കും. ആ ബില്ല് ആർക്കാണോ വിറ്റിരിക്കുന്നത് ആ പാർട്ടിക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറി. അത് നമ്മുടെ ബാങ്കിൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് ആ ക്യാഷ് നമുക്ക് തരും. എത്രയാണോ എമൗണ്ട് അതിന് കുറച്ച് ഡിസ്കൗണ്ട് പിടിച്ച് ഫോർ എക്സാമ്പിൾ 5,000 ആണ് എമൗണ്ട് എങ്കിൽ ബാങ്കിന്റെ ഡിസ്കൗണ്ട് പിടിച്ച് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരും. ഡ്യൂറേഷൻ 3 മാസത്തിന് മുന്നേ, 3 മാസമാണ് ബില്ലിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നെങ്കിൽ 3 മാസത്തിന് മുന്നേ നമുക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ അത് ബാങ്ക് എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് തരും. ഡിസ്കൗണ്ട് പിടിച്ച് നമുക്ക് ക്യാഷ് തരും. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ബാങ്ക് അതിൽ ആരിൽ നിന്ന് ഈടാക്കും, അത് ഏത് പാർട്ടിക്കാർക്കാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അവരിൽ നിന്ന് ബാങ്ക് ഫുൾ എമൗണ്ട് ഈടാക്കും. ഇങ്ങനെ ഈടാക്കുന്ന സമയത്ത് ബാങ്കിന് ഡ്യൂറേഷൻ സമയത്ത് ആ ക്യാഷ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിൽ ഡിസ്കൗണ്ടഡ് ഡിസ്ഹോണർഡ് എന്ന് പറയുന്നത്. അത് ഡിസ്ഹോണർ ആയി അഥവാ കാലഹരണപ്പെട്ടു എന്നാണ് അർത്ഥം, അത് ക്യാൻസൽ ആയി എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ട് വീണ്ടും എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ചില നിശ്ചിത ചാർജ് അടക്കം നമ്മളിൽ നിന്ന് പിടിച്ച് ബാങ്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ അക്കൗണ്ട് കുറയും. ഇത് നമ്മൾ അറിയുന്നത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ്. അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കാം, ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും എന്ത് സംഭവിക്കും, ഡിഫറൻസ് സംഭവിക്കും. ഇഫ് ദ ബാങ്ക് ഈസ് നോട്ട് ഏബിൾ ടു റിസീവ് പേയ്മെന്റ് ഓൺ ബിൽ ഓഫ് എക്സ്ചേഞ്ച് discounted by it will debit the customer's accounts together with any charges thereon. It will be recorded in the cash book only in later. ബില്ലിന്റെ മുകളിലുള്ള പേയ്മെന്റ് ബാങ്കിന് കിട്ടിയിട്ടില്ല എങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, മുന്നേ സൂചിപ്പിച്ചതുപോലെ ബാങ്കിന്റെ ഡ്യൂറേഷൻ സമയത്ത് ബില്ലിന്റെ മുകളിലുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഡിസ്ഹോണർ ഓഫ് ഡിസ്കൗണ്ട് ബിൽ എന്ന് പറയുന്നത്. ആ സമയത്ത് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് വീണ്ടും ബാങ്ക് ഡെബിറ്റ് ചെയ്യും. എന്തെങ്കിലും ചാർജുകൾ അതിനോടൊപ്പം ഈടാക്കാനുണ്ടെങ്കിൽ ആ ചാർജ് കൂടി ഈടാക്കിയതിന് ആ ചാർജ് കൂടി അടക്കമാണ് ബാങ്ക് അതിനെ നമ്മുടെ അക്കൗണ്ട് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അത് പാസ്ബുക്കിൽ മാത്രമാണ് അറിയുകയുള്ളൂ. നമുക്ക് പാസ്ബുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ബാങ്ക് ചെക്ക് ഡിസോണർ ആയിട്ടുള്ള കാര്യം മനസ്സിലാവുക. ഈ സമയത്തും ഈ ടൈം ഗ്യാപ്പിൽ നമ്മൾ ബാലൻസ് എടുത്ത് നോക്കിയാൽ രണ്ട് ബാലൻസും എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കും. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് വരാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് എറേഴ്സ് ആണ്. എറേഴ്സ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്ത് സംഭവിക്കാം, കാഷ്യറുടെ ഭാഗത്ത് നിന്ന് എറർ സംഭവിക്കാം. എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദ ബിസിനസ് പേർ. അല്ലെങ്കിൽ മറ്റൊരു എററാണ് എറേഴ്സ് ഇൻ പാസ്ബുക്ക്. ബാങ്കിന്റെ ഭാഗത്തു നിന്നും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദ ബാങ്ക്. ബാങ്കിന്റെ ഭാഗത്തു നിന്നും എറർ സംഭവിക്കാം. ആ സമയത്ത് എന്ത് വരാം, ഡിഫറൻസ് വരാം. പ്രധാനമായും ഈ 10 പോയിന്റുകളാണ് ഏതുമായി ബന്ധപ്പെട്ടത്, കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ബാങ്ക് റീകൺസിലിയൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ബാങ്ക് റീകൺസിലിയൻ സ്റ്റേറ്റ്മെന്റ്? Bank reconciliation statement is a statement to find out the causes of difference between cash book balance and passbook balance and to reconcile them. Cash book ബാലൻസും പാസ്ബുക്ക് ബാലൻസും ചില സമയങ്ങളിൽ എന്ത് കാണാറുണ്ട്, ഡിഫറൻസ് കാണാറുണ്ട്. അത് എങ്ങനെ വന്നു എന്നും അത് ടാലി ആക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത് ബാങ്ക് റീകൺസിലിയൻ സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് BRSന്റെ ഫ്യൂച്ചേഴ്സ് എന്നായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് കോസസ് ഓഫ് BRS ആയിരുന്നു. കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. കാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും ഡിഫറൻസ് വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മൾ പഠിച്ചത്. ആ 10 പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഐ ഹോപ്പ് ദാറ്റ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. വി വിൽ മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക് വിത്ത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ, താങ്ക് യു.